തണ്ണീർക്കൊമ്പൻ എന്ന ആനയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴിഞ്ഞു. ബന്ദിപ്പൂർ വനത്തിലെ രാമപുര ആനക്യാമ്പിൽ കേരളത്തിന്റെയും കർണാടകത്തിന്റെയും വെറ്ററിനറി ഡോക്ടർമാർ സംയുക്തമായാണ് തണ്ണീർക്കൊമ്പൻ എന്ന ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത്. വളരെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആനയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള നിരവധി പരിക്കുകൾ ഉണ്ടായിരുന്നു. ഇതിൽ ഭൂരിഭാഗം പരിക്കുകളും പഴുപ്പ് നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. കൂടാതെ ആനയുടെ ലിംഗത്തിൽ ആഴത്തിലുള്ള മുറിവും ഉണ്ടായിരുന്നു. ഈ മുറിവിന് ദിവസങ്ങൾ പഴക്കമുണ്ട്. ഒരുപക്ഷെ തണ്ണീർക്കൊമ്പനെ കാട്ടിൽ സ്വതന്ത്രനാക്കിയാലും അധികകാലം ആന ജീവിച്ചിരിക്കില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത്. ഒരുപക്ഷെ ആനയ്ക്ക് മനുഷ്യരുടെ സഹായം ആവശ്യമായി തോന്നിക്കാണണം. അതുകൊണ്ടായിരിക്കാം ആന മനുഷ്യരുടെ ആവാസ സ്ഥലത്തേക്ക് കടന്നു വന്നതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. കൂടാതെ ആനയെ പടക്കം പൊട്ടിച്ച് പേടിപ്പിച്ചതും ആൾക്കൂട്ടവും ആനയെ പരിഭ്രാന്തനാക്കി. ഒരുപക്ഷെ ഇത് ആനയെ കൂടുതൽ മാനസിക സംഘർഷാവസ്ഥയിലേക്ക് തള്ളിവിട്ടെന്നും കരുതാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആനയുടെ ഞരമ്പുകളിൽ വൻതോതിൽ കൊഴുപ്പടിഞ്ഞിരിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെ മാനന്തവാടിയിൽ നിന്നും ലോറിയിലേക്ക് ബന്ദിപ്പൂരിലെ രാമപുര ആനക്യാമ്പിലേക്ക് കൊണ്ടുവന്ന കൊമ്പൻ രാത്രി 2:30 ലോറിയിൽ നിന്നും ഇറക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കുഴഞ്ഞു വീണത്. ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ആനയെ മയക്കുവെടിവെച്ചത് മുതൽ രാമപുരത്ത് ആനക്യാമ്പിൽ എത്തിച്ചതുവരെയുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്താൽ നിരവധി പിഴവുകൾ സംഭവിച്ചതായി കാണുവാൻ കഴിയും. വൈകുന്നേരങ്ങളിൽ ആനയെ മയക്കുവെടിവെക്കാൻ പാടില്ല എന്നതിന്റെ കൃത്യമായ ചട്ടലംഘനവും കാണുവാൻ കഴിയും.